ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എൻ്റെ പേര് മണികണ്ഠൻ. അട്ടപ്പാടിയിലെ കർത്താവിനെ ആരാധിച്ചു വരുന്നു. ഇന്ന് ചില നാളുകൾക്ക് ശേഷം ഇവിടെയുള്ള ദൈവജനത്തോടൊത്ത് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ആരാധനയോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ 2 കാര്യം കാണുവാനായിട്ട് സാധിക്കും. എന്നെയും ചിന്തിപ്പിച്ച, കഥാവിനോട് ഒരു പടിയും കൂടെ അടുക്കുവാൻ സഹായിച്ച 2 കാര്യങ്ങളാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നാം വായിക്കുന്നത്, ഒന്ന്, മരണം ആസ്വദിപ്പാൻ. നമുക്കറിയാം, ആരും മരണം ആസ്വദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല, മരണം ആസ്വദിക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചു എന്നുള്ളതാണ്. നാം ആ ചിന്തകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് തൻ്റെ മുഖം തുപ്പുന്നവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു. ആ നിന്ദിതനായി തീർന്ന നമ്മുടെ ആ കർത്താവ് ഇവിടെയും വായിക്കുന്നത് അവൻ മരണം ആസ്വദിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിതനായിരുന്ന ആ കർത്താവ് ആ മരണത്തിൻ്റെ ആ എല്ലാ വേളകളിലും ആസ്വദിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് മരണം ആസ്വദിച്ചത്? എന്നെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ ആ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നാം വായിക്കുന്നത് ആ മരണം ആസ്വദിക്കാൻ മാത്രമല്ല ചെയ്തത്, മരണം അനുഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മരണം ആസ്വദിച്ചു, അപ്പോൾ തന്നെ മരണം അനുഭവിക്കുക ചെയ്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ മരണം ആസ്വദിക്കുകയും ആ മരണം അനുഭവിക്കുകയും ചെയ്തത് എന്തിനാണ്? ഇവിടെ നാം വായിക്കുന്നു, അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി എന്ത് ചെയ്യുക നാം കാണുകയാണ്. ഇന്ന് നാം നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചതുകൊണ്ടും മരണം അനുഭവിച്ചുകൊണ്ടും കർത്താവ് ഇന്ന് മഹത്വ സമ്പൂർണനായി, അതെ, മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി ഇരിക്കുന്നു. ആ മഹത്വവും ബഹുമാനവും അണിഞ്ഞ കർത്താവിനെയാണ് നാം ഇന്ന് പകൽക്കാലം, ഇന്ന് രാവിലെ നാം ആരാധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.